നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR Gold and Diamonds തൃപ്രയാർ. CPM നേതാവ് KJ ഷൈനെതിരെയുള്ള അപവാദ പ്രചരണം. ചാവക്കാട് നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർ KV സത്താറിനെതിരെ പോലീസ് കേസെടുത്തു. ദേശീയപാത മുരിങ്ങൂരിലും ആമ്പല്ലൂരിലും ഗതാഗത കുരുക്ക് രൂക്ഷം. പാലിയേക്കരയിലെ ടോൾ പിരിവ് പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് ഹൈക്കോടതി വിധി വ്യാഴാഴ്ച. മണ്ണുത്തി വടക്കുംചേരി ദേശീയപാതയുടെ നിലവിലെ അവസ്ഥ സംബന്ധിച്ച് സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ ജില്ലാ കളക്ടർക്ക് ഹൈക്കോടതി നിർദ്ദേശം. 16-കാരിയെ പീഡിപ്പിച്ച കേസിൽ വയോധികന് 63 വർഷം കഠിന തടവും 3,15,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പെങ്ങാമുക്ക് സ്വദേശി അബൂബക്കറിനെയാണ് കുന്നംകുളം അതിവേഗ പോക്സോ കോടതി ശിക്ഷിച്ചത്. എരുമപ്പെട്ടി തയ്യൂരിൽ തെരുവ് നായ്ക്കൾ കോഴികളെ കടിച്ചുകൊന്നു. തയ്യൂർ പൂക്കുന്നത്ത് അൻസാറിന്റെ വീട്ടിൽ വളർത്തുന്ന 35 കോഴികളെയാണ് കടിച്ചുകൊന്നത്. കോഴിക്കോട് അഴീക്കോട് അനധികൃത മത്സ്യബന്ധനം നടത്തിയ 7 വള്ളങ്ങൾ പിടികൂടി. കളർ കോഡിംഗ് ഇല്ലാതെ കടലിൽ ഇറങ്ങിയ വള്ളങ്ങളാണ് പിടികൂടിയത്. കാണിപ്പയ്യൂരിൽ മദ്യലഹരിയിൽ ഓടിച്ച കാറിടിച്ച് അപകടം. കാറിൽ നിന്ന് മദ്യക്കുപ്പികളും പാൻ മസാലയും കണ്ടെടുത്തു. കയ്പമംഗലം 3 പീടികയിൽ ഓടിക്കൊണ്ടിരുന്ന പിക്കപ്പ് വാനിന്റെ ടയർ ഊരിത്തെറിച്ചു. വാർത്തകൾ വിശദമായി. CPM നേതാവ് KJ ഷൈനെതിരെയുള്ള അപവാദ പ്രചരണത്തിൽ ചാവക്കാട് നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർ KV സത്താറിനെതിരെ പോലീസ് കേസെടുത്തു. CPM ചാവക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PS അശോകൻ, മഹിളാ അസോസിയേഷൻ മേഖലാ സെക്രട്ടറി MB രാജലക്ഷ്മി എന്നിവർ നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. ചാവക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. പാലിയേക്കര ടോൾ പിരിവ് സംബന്ധിച്ച് ഹൈക്കോടതിയുടെ നിർണായക തീരുമാനം വ്യാഴാഴ്ച വരാനിരിക്കെ സുരക്ഷാ ഭീഷണിയിൽ ദേശീയപാതയിലെ മുരിങ്ങൂർ അടിപ്പാത നിർമ്മാണ പ്രദേശം. തിങ്കളാഴ്ച പുലർച്ചെ മണ്ണിടിഞ്ഞ് സർവീസ് റോഡ് തകർന്ന ഭാഗത്ത് അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും ഇവിടെ പൂർണ്ണമായ സുരക്ഷ ഒരുക്കാനായിട്ടില്ല. സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിന്റെ അടിത്തറയ്ക്കായി കുഴിച്ച ഭാഗത്താണ് 20 മീറ്റർ നീളത്തിൽ മണ്ണിടിഞ്ഞത്. ഇതോടെ സർവീസ് റോഡ് ഇടിഞ്ഞു പോവുകയായിരുന്നു. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു തിങ്കളാഴ്ച കേസ് പരിഗണിച്ച ഹൈക്കോടതി ടോൾ പിരിവ് നിരോധനം വ്യാഴാഴ്ച വരെ തുടരാൻ ഉത്തരവിട്ടത്. ഇതിനിടയിൽ മണ്ണിടിഞ്ഞ അടിഭാഗത്ത് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിലും 300ഓളം മീറ്റർ നീളത്തിൽ ഭീഷണി നിലനിൽക്കുന്നു. മഴ തുടരുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നത്. ഇതിനിടെ ഗതാഗത സ്തംഭനം തുടരുകയും ചെയ്യുന്നു. എറണാകുളം തൃശൂർ റൂട്ടിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. അന്നു മുതൽ ആരംഭിച്ച ഗതാഗത കുരുക്ക് ഇപ്പോഴും തുടരുകയാണ്. TCV ന്യൂസ്, ചാലക്കുടി. മണ്ണുത്തി വടക്കുംചേരി ദേശീയപാതയുടെ നിലവിലെ അവസ്ഥയെ സംബന്ധിച്ച് സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ ജില്ലാ കളക്ടറോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ജസ്റ്റിസ് വിജു എബ്രഹാമിന്റെ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. അടിപ്പാതകളുടെ പണി നടക്കുന്നത് മൂലമുള്ള ഗതാഗത കുരുക്ക് മൂലം പന്നിയങ്കര ടോൾ താൽക്കാലികമായി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്താണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണം പുനരാരംഭിച്ചതോടെ ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായി. തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിൽ വാഹനങ്ങളുടെ നിര പുതുക്കാട് സെന്റർ വരെ നീണ്ടു. അരമണിക്കൂറിലേറെയാണ് വാഹനങ്ങൾ കുരുക്കിൽപ്പെട്ടത്. ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കൂടുതൽ സമയമെടുത്തു. അടിപ്പാതയുടെ അനുബന്ധ റോഡ് നിർമ്മാണത്തിനായി കാനകോരുന്ന പ്രവൃത്തികൾ ആരംഭിച്ചതോടെയാണ് ഗതാഗത കുരുക്ക് രൂക്ഷമായത്. 3 വരി പാതയിലൂടെ വരുന്ന വാഹനങ്ങൾ വീതി കുറഞ്ഞ സർവീസ് റോഡിലൂടെ കടത്തിവിടുന്നതാണ് ഗതാഗത കുരുക്കിന് കാരണം. ഇതിനിടെ അടിപ്പാതയുടെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണെന്ന ആക്ഷേപവുമുണ്ട്. ദേശീയപാതയിലെ അടിപ്പാത നിർമ്മാണം മൂലമുണ്ടാകുന്ന ഗതാഗത കുരുക്കിനെ തുടർന്ന് ഹൈക്കോടതി പാലിയേക്കരയിലെ ടോൾ പിരിവ് നിർത്തിവച്ചിട്ട് 50 ദിവസം പിന്നിട്ടിട്ടും സുഗമമായ യാത്രാ സൗകര്യമൊരുക്കാൻ ദേശീയപാത അതോറിറ്റി കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്ന ആരോപണവുമുണ്ട്. വയസ്സുകാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ പേങ്ങാമുക്ക് സ്വദേശിയായ 61-കാരനെ 63 വർഷം കഠിന തടവും 3,15,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ഇല്ലത്തയിൽ വീട്ടിൽ അബൂബക്കറിനെയാണ് കുന്നംകുളം അതിവേഗ പോക്സോ കോടതി ശിക്ഷിച്ചത്. 2004-ലായിരുന്നു കേസിനാസ്പദമായ സംഭവം.
പ്രതി താമസിച്ചിരുന്ന വാടക ക്വാർട്ടേഴ്സിൽ വെച്ച് പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയെന്നും വധഭീഷണി മുഴക്കിയെന്നുമാണ് കേസ്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KS ബിനോയ്, KN അശ്വതി എന്നിവർ കോടതിയിൽ ഹാജരായി. എരുമപ്പെട്ടി തയ്യൂരിൽ തെരുവ് നായ്ക്കൾ കോഴികളെ കടിച്ചുകൊന്നു. തയ്യൂർ പൂക്കുന്നത്ത് അൻസാറിന്റെ വീട്ടിൽ വളർത്തുന്ന 35 കോഴികളെയാണ് കടിച്ചുകൊന്നത്. അൻസാറും കുടുംബവും പുറത്തു പോയിരുന്ന സമയത്താണ് തെരുവ് നായ്ക്കൾ കോഴികളെ ആക്രമിച്ചത്. പ്രദേശത്ത് തെരുവ് നായ്ക്കളുടെ ആക്രമണം അതിരൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇടവേള. ലിയോസിൽ ഓണപ്പൂരം കൊടിയേറി മക്കളെ. എല്ലാ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് സ്വർണ്ണ നാണയം സമ്മാനം. അത്തം മുതൽ തിരുവോണം വരെ എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനം. കഴിഞ്ഞില്ല, വിവാഹ പാർട്ടികൾക്ക് വെറും 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും. അപ്പോൾ വേഗമാവട്ടെ, ഓണപ്പൂരം അടിപൊളിയാക്കാം. ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. KR നാരായണൻ സ്മാരക മന്ദിരം, അത്താണി സെന്റർ. ഹാൾ മിതമായ നിരക്കിൽ വാടകയ്ക്ക്. 4000 സ്ക്വയർ ഫീറ്റിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മനോഹരമായ ഹാൾ. തൊട്ടുതാഴെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും AC നോൺ AC റൂമുകൾ, ലിഫ്റ്റ് ആൻഡ് ജനറേറ്റർ സൗകര്യം, താഴെ ബാങ്ക്, വാഹനം പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം. തൃശൂർ മെഡിക്കൽ കോളേജ്, വ്യാസ കോളേജ്, ഹയർ സെക്കൻഡറി സ്കൂളുകൾ എന്നിവ സമീപം. വാർത്തകളിലേക്ക് വീണ്ടും. കടങ്ങോട് പഞ്ചായത്തിലെ 4-ാം വാർഡ് തെക്കുമുറി പ്രദേശത്ത് 3-4 ദിവസമായി ജനങ്ങളെ ഭീതിയിലാക്കി ആക്രമണം നടത്തിയ വിഷബാധയുണ്ടെന്ന് സംശയിക്കുന്ന തെരുവ് നായിയെ വാർഡ് മെമ്പർ അഭിലാഷ് കടങ്ങോടിന്റെയും ഡോഗ് റെസ്ക്യൂവർ ബൈജുവിന്റെയും നേതൃത്വത്തിൽ പിടികൂടി. പഞ്ചായത്ത് അധികൃതരുടെ നിർദ്ദേശമനുസരിച്ച് നാട്ടുകാരുടെ സഹായത്തോടെയാണ് നായയെ പിടികൂടിയത്. വീട്ടിൽ വളർത്തുന്നതും തെരുവിൽ അലയുന്നതുമായ എല്ലാ നായ്ക്കൾക്കും പേവിഷബാധ വാക്സിനേഷൻ ചെയ്യണമെന്നും തെരുവ് പട്ടികളെ പിടിച്ച് വന്ധ്യംകരണം നടത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഈ തെക്കുമുറി പ്രദേശത്ത് പേവിഷബാധ സംശയിക്കുന്ന തരത്തിലൊരു പട്ടി ഈ പ്രദേശത്ത് ഓടി നടക്കുകയുണ്ടായി. ജനങ്ങളെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയിട്ടുള്ള 2-3 ദിവസങ്ങളായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, മിനിഞ്ഞാന്ന് പകലാണ് 3 നായ്ക്കളേനെ ഈ പട്ടി, ഇപ്പം നമ്മളവിടെ പട്ടീനെ ഐസിട്ട് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 3 നായ്ക്കളേനെ പകൽ ഇവിടെ വെച്ച് കടിച്ചു കൊന്നു. ഭയങ്കര ഭീകരമായ തരത്തിലായിരുന്നു പട്ടിയുടെ ആക്രമണം ഉണ്ടായിരുന്നത്. ആളുകൾ പ്രതികരിക്കാൻ നോക്കിയിട്ടും അത് പിടിവിടാത്ത തരത്തിൽ കടിച്ച് കൊല്ലുന്ന തരത്തിലാണ് 3 കടിച്ചു കൊന്നത്. അതുപോലെ തന്നെ 10-18ഓളം നായ്ക്കളേനെ, വീട്ടിൽ വളർത്തുന്ന നായ്ക്കളെ വരെ ചെന്ന് കടിച്ച് പരിക്കേൽപ്പിക്കുന്ന സംഭവം ഉണ്ടായി. വളരെ പ്രശ്നത്തിലായിരുന്നു ആളുകൾ 2-3 ദിവസമായിട്ട്. നമ്മുടെ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് സംവിധാനം, അതുപോലെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ ഡോഗ് റെസ്ക്യൂ ബൈജുവേട്ടനെ വിളിച്ചു. അതുപോലെ തന്നെ അവരുടെ നിർദ്ദേശവും അതുപോലെ അവരുടെ സഹായവും നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് പിടിക്കാൻ പറ്റിയത്. നാട്ടുകാരായ ഗിരീഷ്, ഗണേഷ്, കണ്ണൻ, അഭിലാഷ്, സജയൻ, രാജേഷ്, MM അഭിലാഷ് എന്നിവരും നായയെ പിടികൂടാൻ നേതൃത്വം നൽകി. അഴീക്കോട് അനധികൃത മത്സ്യബന്ധനം നടത്തിയ 7 വള്ളങ്ങൾ പിടികൂടി. ഫിഷറീസ്, കോസ്റ്റൽ പോലീസ്, മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ സംയുക്തമായി നടത്തിയ കോമ്പിംഗ് ഓപ്പറേഷനിലാണ് വള്ളങ്ങൾ പിടികൂടിയത്. ചെറുമത്സ്യങ്ങൾ പിടിച്ചതിനും പെയർ ട്രോളിംഗ് നടത്തിയതിനുമാണ് നടപടി. നിയമാനുസൃതം കളർ കോഡിംഗ് ഇല്ലാതെയാണ് വള്ളങ്ങൾ കടലിൽ ഇറങ്ങിയതെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. പിടിച്ചെടുത്ത ചെറുമത്സ്യങ്ങൾ പിന്നീട് പുറം കടലിൽ ഒഴുക്കിക്കളഞ്ഞു. വരും ദിവസങ്ങളിൽ മിന്നൽ പരിശോധന തുടരുമെന്ന് തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോത്തന്നൂരാൻ അറിയിച്ചു. കാണിപ്പയ്യൂരിൽ മദ്യലഹരിയിൽ ഓടിച്ച കാറിടിച്ച് അപകടത്തിൽ ആർക്കും പരിക്കില്ല. ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലായിരുന്നു അപകടം. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. തൃശൂർ ഭാഗത്തുനിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വന്നിരുന്ന കാറാണ് എതിർദിശയിൽ വന്നിരുന്ന കാറിൽ ഇടിച്ചത്. കേച്ചേരി സ്വദേശി സുരേഷാണ് കാർ ഓടിച്ചിരുന്നത്. ഇയാളുടെ കാറിൽ നിന്ന് വിദേശ മദ്യ കുപ്പികളും പാൻ മസാലയും കണ്ടെടുത്തു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി അപകടത്തിനിടയാക്കിയ കാർ ഡ്രൈവർ സുരേഷിനെ കസ്റ്റഡിയിലെടുത്തു. ഗുരുവായൂർ അരിയന്നൂരിൽ സ്വകാര്യ ബസ്സിടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ അമ്മയ്ക്കും മകനും പരിക്കേറ്റു.
ചൂണ്ടൽ, പന്നിശ്ശേരി, പന്തായിൽ, വട്ടവളപ്പിൽ ഷീജ, മകൻ അതുൽ കൃഷ്ണ എന്നിവർക്കാണ് പരിക്കേറ്റത്. അരിയന്നൂർ മുസ്ലിം പള്ളിക്ക് സമീപമായിരുന്നു അപകടം. പരിക്കേറ്റവരെ ആക്ട്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാത കയ്പമംഗലം മൂന്നുപീടികയിൽ ഓടിക്കൊണ്ടിരുന്ന പിക്കപ്പ് വാനിന്റെ ടയർ ഊരിത്തെറിച്ച് അപകടം. മൂന്നുപീടിക സെന്ററിൽ സലാല മൊബൈൽ ഷോപ്പിന് മുന്നിലാണ് അപകടമുണ്ടായത്. എറണാകുളം ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോയിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഇടതുഭാഗത്തെ ടയറാണ് ഊരി വീണത്. പെട്ടെന്ന് തന്നെ വാഹനം നിയന്ത്രിച്ചു നിർത്താൻ കഴിഞ്ഞതിനാൽ വൻ അപകടം ഒഴിവായി. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ബസ്സിൽ യാത്ര ചെയ്തിരുന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം നടത്തിയ പ്രതി അറസ്റ്റിൽ. എറിയാട് സ്വദേശി കാര്യേക്കാട്ട് വീട്ടിൽ ജിതിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. മലക്കപ്പാറയിൽ വീണ്ടും കബാലി റോഡിലിറങ്ങി വാഹന ഗതാഗതം തടസ്സപ്പെടുത്തി. അമ്പലപ്പാറയിൽ റോഡിൽ മരം മറിച്ചിട്ടാണ് 2 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുത്തിയത്. KSRTC, സ്വകാര്യ ബസ്സുകൾ അടക്കം 50ഓളം വാഹനങ്ങളാണ് ഇത്രയും നേരം നിശ്ചലമായി കിടന്നത്. ഷോളയാർ റേഞ്ച് ഓഫീസിൽ നിന്നും വനപാലകർ സ്ഥലത്തെത്തി ആനയെ കാട്ടിലേക്ക് തിരിച്ചയച്ചു. ഏതാനും ദിവസം മുൻപ് ഷോളയാറിലും ഇത്തരത്തിൽ കബാലി വാഹനങ്ങൾ തടഞ്ഞിട്ടിരുന്നു. ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവത്തിനിടെ വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടി. ഒരാൾക്ക് പരിക്കേറ്റു. പരിക്കേറ്റ വിദ്യാർത്ഥിയെ വടക്കാഞ്ചേരി ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജ് റോഡിൽ നിയമം തെറ്റിച്ചുവന്ന പോലീസ് ജീപ്പ് ഉണ്ടാക്കിയ ഗതാഗത കുരുക്കിന് എതിർദിശയിൽ വന്ന ബസ്സിനെ പിഴ ചുമത്തിയതായി പരാതി. ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതുമൂലം ഒറ്റവരിയായാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിയമം തെറ്റിച്ചുവന്ന ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷനിലെ ജീപ്പ് ഗതാഗത കുരുക്കുണ്ടാക്കുകയായിരുന്നു. എന്നാൽ ശരിയായ ദിശയിൽ വന്ന ബസ്സിന് പിഴ ഈടാക്കിയതായാണ് ആരോപണം. ഈ സമയം തൃശൂർക്ക് പോവുകയായിരുന്ന അലീനാസ് ബസ്സിനാണ് പിഴ ഈടാക്കിയത്. ബസ്സിലെ ക്യാമറയിൽ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ പരാതി നൽകുമെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു. തർക്കത്തിനിടെ കത്തികൊണ്ട് യുവാവിന് പരിക്കേറ്റ സംഭവത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. മാനിന സ്വദേശി കോച്ചം വീട്ടിൽ ബാബു, സഹോദരൻ രാജു എന്നിവരെയാണ് പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. മുല്ലശ്ശേരി സ്വദേശി തോട്ടുപുറത്തു വീട്ടിൽ സിനിലിനാണ് തർക്കത്തിനിടെ പരിക്കേറ്റത്. തിങ്കളാഴ്ച മുല്ലശ്ശേരി മാനിനയിലുണ്ടായ വാക്ക് തർക്കത്തിനിടെ കത്തി വീശിയപ്പോഴാണ് സിനിലിന് കഴുത്തിൽ മുറിവേറ്റത്. ഇയാൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വ്യാഴാഴ്ച നടക്കുന്ന എരുമപ്പെട്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ കെട്ടിടങ്ങളുടെ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിക്കാനും മന്ത്രി വീണ ജോർജ് പങ്കെടുക്കുന്ന വേദിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്താനും കോൺഗ്രസ് തീരുമാനിച്ചു. കിടത്തി ചികിത്സ ആരംഭിക്കാത്തതിലും ആവശ്യമായ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ നിയമിക്കാത്തതിലും പ്രതിഷേധിച്ചാണ് സമരം. അരനൂറ്റാണ്ടിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയിൽ സൗകര്യങ്ങൾ കുറവുള്ള കാലത്ത് കിടത്തി ചികിത്സയും ശസ്ത്രക്രിയകളും നടത്തിയിരുന്നു. എന്നാൽ AC മൊയ്തീൻ MLAയും മന്ത്രിയുമായ കാലഘട്ടത്തിലാണ് ജീവനക്കാരുടെ കുറവ് പറഞ്ഞ് കിടത്തി ചികിത്സ നിർത്തിവെച്ചതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. 2 വർഷം മുൻപ് പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന സമയത്ത് മന്ത്രി വീണ ജോർജ് കിടത്തി ചികിത്സ ആരംഭിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ ആവശ്യമായ സ്റ്റാഫ് പാറ്റേൺ ഇതുവരെയും അനുവദിച്ചിട്ടില്ല. കിടത്തി ചികിത്സ ആരംഭിക്കാൻ നടപടി സ്വീകരിച്ചുവെന്ന് കഴിഞ്ഞ ദിവസം MLA പറഞ്ഞത് ശുദ്ധ കളവാണെന്നും കെട്ടിടങ്ങൾ നിർമ്മിച്ച് അഴിമതി നടത്തുകയാണ് MLAയുടെയും CPMന്റെയും ലക്ഷ്യമെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. ഈ ഹോസ്പിറ്റലിൽ ഈ കുന്നംകുളത്തിന്റെ MLAക്കോ അതല്ലെങ്കിൽ ഇത് നിലനിൽക്കുന്ന വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതിക്കോ അതിന് വേണ്ട നടപടികൾ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതൊന്നും ചെയ്യാതെ വെറും ഉദ്ഘാടന മാമാങ്കം നടത്തി അതല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് പുതിയ കെട്ടിടങ്ങൾ പണിത് അതിൽ നിന്ന് കമ്മീഷനും അതുപോലെ അത് മറയാക്കി അഴിമതി നടത്തുക എന്ന ഒരു പ്രക്രിയ മാത്രമാണ് ഇവിടെ CPMന്റെ നേതൃത്വത്തിൽ ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി കുന്നംകുളത്തിന്റെ MLA ഉൾപ്പെടെയുള്ളവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രഹസനമാണ് ഉദ്ഘാടനമെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ചികിത്സയ്ക്ക് ആവശ്യമായ സംവിധാനങ്ങൾ പുതിയ കെട്ടിടത്തിലില്ല. മുൻപ് MLA ഉദ്ഘാടനം ചെയ്ത IP ബ്ലോക്ക് വീണ്ടും ഉദ്ഘാടനം ചെയ്യുന്നത് അപഹാസ്യമാണെന്നും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MK ജോസ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് NK കബീർ, പഞ്ചായത്ത് അംഗങ്ങളായ റീന വർഗീസ്, സതി മണികണ്ഠൻ എന്നിവർ പങ്കെടുത്തു. TCV ന്യൂസ്, എരുമപ്പെട്ടി.
ചൂണ്ടൽ പഞ്ചായത്തിൽ വോട്ട് കൊള്ള നടത്തിയെന്ന് ആരോപണവുമായി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി. വാർഡുകളുടെ അതിർത്തി പുനർനിർണയത്തിന്റെ അന്തിമ പ്രഖ്യാപന പ്രകാരം ഉൾപ്പെടേണ്ട വോട്ടർമാരെ മറ്റൊരു വാർഡിൽ ഉൾപ്പെടുത്തി LDF ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വോട്ട് കൊള്ള നടത്തിയതായി കോൺഗ്രസ് നേതാക്കളായ CC ശ്രീകുമാർ, RM ബഷീർ, P മാധവൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. പഞ്ചായത്തിലെ നിലവിലെ വാർഡുകളുടെ എണ്ണം 18-ൽ നിന്ന് വർദ്ധിപ്പിച്ച് 20 വാർഡുകളാക്കിയിട്ടുണ്ട്. കരട് വോട്ടർ പട്ടിക പരിശോധിച്ചതിൽ 8 വാർഡുകളിൽ വോട്ടുകൾ മറ്റൊരു വാർഡിൽ ഉൾപ്പെടുത്തി LDF വോട്ടർ പട്ടിക അട്ടിമറിച്ചതായി കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ചൂണ്ടൽ പഞ്ചായത്ത് LDF ഭരണസമിതിയുടെ വോട്ട് കൊള്ളയ്ക്കെതിരെ ശനിയാഴ്ച ചൂണ്ടൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തുമെന്ന് നേതാക്കൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ പഞ്ചായത്ത് മെമ്പർമാരായ V ആൻഡോ പോൾ, ധനേഷ് ചുള്ളിക്കാട്ടിൽ, ND സജിത് കുമാർ എന്നിവരും പങ്കെടുത്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ നാഷണൽ സർവീസ് സ്കീം പദ്ധതിയായ ജീവിതോത്സവത്തിന്റെ കൊടുങ്ങല്ലൂർ ക്ലസ്റ്റർ തല ഉദ്ഘാടനം എറിയാട് ഗവൺമെന്റ് കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജ്മൽ ഷക്കീർ അധ്യക്ഷത വഹിച്ചു. ക്ലസ്റ്റർ കൺവീനർ ER രേഖ പദ്ധതി വിശദീകരിച്ചു. വാർഡംഗം PK മുഹമ്മദ്, PTA പ്രസിഡന്റ് MA റഹീം, പ്രിൻസിപ്പാൾ V സ്മിത, പ്രോഗ്രാം ഓഫീസർ KS ആരതി എന്നിവർ സംസാരിച്ചു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. അടാട്ട് ഗ്രാമപഞ്ചായത്തിലെ പദ്ധതികൾ തകർത്തുവെന്നാരോപിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് P രാജേശ്വരൻ അധ്യക്ഷത വഹിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ VO ചുമാർ, TR ജയചന്ദ്രൻ, VG ഹരീഷ്, PS സനൂപ് തുടങ്ങിയവർ സംസാരിച്ചു. കുമരനെല്ലൂരിലെ നന്ദൻ ചികിത്സാ സഹായം തട്ടിപ്പ് എന്ന രീതിയിൽ ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത പാർട്ടിക്കകത്തെ ചില നേതാക്കളുടെ ഗൂഢാലോചനയാണെന്ന് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ. നന്ദൻ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചത് കുമരനെല്ലൂർ ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മണ്ഡലം പ്രസിഡന്റ് AS ഹംസയും ബൂത്ത് പ്രസിഡന്റ് രവീന്ദ്രനും മുൻകൈയെടുത്താണ്. അക്കൗണ്ട് തുടങ്ങുന്നതിന് മുൻപ് ഗൂഗിൾ പേ ആയി വന്ന പണം തന്റെ അക്കൗണ്ടിൽ നിന്ന് കമ്മിറ്റി അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്തുവെന്നും ബിജു അറിയിച്ചു. മണ്ണുത്തി ഇലഞ്ഞിക്കുളം പാടശേഖരത്തിൽ പുകയില ഉൽപ്പന്നങ്ങൾ ചാക്കിലാക്കി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. ദേശീയപാതയോട് ചേർന്നുള്ള ഭാഗത്താണ് 10ഓളം ചാക്കുകളിലായി പുകയില ഉൽപ്പന്നങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. പോലീസ് പരിശോധന കണ്ട് പാടത്ത് ഉപേക്ഷിച്ചതാകാം എന്നാണ് കരുതുന്നത്. ഇത് ഇരിഞ്ഞിക്കുളം പാടശേഖരത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം നാഷണൽ ഹൈവേയുടെ ഓരാണ്. ആ ഓരത്തുള്ള സ്ഥലത്താണ് ഈ ഹാൻസിൻ്റെ ഒരുപാട് ചാക്കുകൾ ഉപേക്ഷിച്ച് പോയിരിക്കുന്നത്. പോലീസിനെ കണ്ടിട്ടോ എന്തോ ആണെന്ന് അറിയില്ല. ഒരുപാട് ചാക്കുകളാണ് ഇവിടെ ഹാൻസിൻ്റെ ഉപയോഗിച്ച് പോയിരിക്കുന്നത്. മനുഷ്യൻ്റെ
അളഗപ്പനഗർ ത്യാഗരാജർ പോളിടെക്നിക് കോളേജിൽ NSS ദിനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ നിർമ്മിച്ച പേപ്പർ ബാഗുകൾ വ്യാപാര സ്ഥാപനങ്ങളിൽ വിതരണം ചെയ്തു. കോളേജിലെ NSS യൂണിറ്റിന്റെയും മാലിന്യമുക്ത നവകേരളം യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. പേപ്പർ ബാഗ് വിതരണോദ്ഘാടനം മെക്കാനിക്കൽ വിഭാഗം മേധാവി സിൻഡോ സി ജെസ്സി നിർവഹിച്ചു. മാലിന്യമുക്ത നവകേരളം യൂണിറ്റ് കോർഡിനേറ്റർ ലിൻഡോഷ് ജോൺ പ്ലാസ്റ്റിക് വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. NSS പ്രോഗ്രാം ഓഫീസർ CV വിപിൻ, റാഗിയ ജോസ്, NP സെബി തുടങ്ങിയവർ നേതൃത്വം നൽകി. വിശാലമായ ആധുനിക സൗകര്യങ്ങളുമായി കുഴൂർ പഞ്ചായത്തിൽ മാലിന്യ സംഭരണ കേന്ദ്രം ഒരുക്കി. 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. 10,591 ചതുരശ്രയടി വിസ്തീർണത്തിലുള്ള കെട്ടിടമാണ് MCF-നായി നിർമ്മിച്ചിട്ടുള്ളത്. ഹരിതകർമ്മസേന വാതിൽപ്പടി സേവനത്തിലൂടെ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ളവ ശേഖരിക്കുന്നതിനും തരംതിരിച്ച് സൂക്ഷിക്കുന്നതിനും സൗകര്യമുണ്ട്. പ്ലാസ്റ്റിക് വസ്തുക്കൾ ബെയിലിംഗ് യന്ത്രം ഉപയോഗിച്ച് ഒതുക്കി സൂക്ഷിക്കാനും കഴിയും. പഞ്ചായത്തിലെ 14 വാർഡുകളിലേക്കായി 23 ഹരിതകർമ്മ സേന അംഗങ്ങളാണുള്ളത്. ഇവർക്ക് കുറഞ്ഞത് 10,000 രൂപയുടെ വരുമാനമാണുള്ളത്. ചില സ്ഥലങ്ങളിൽ MCF ഒരുക്കിയിട്ടുള്ളത് സൗകര്യങ്ങളില്ലാതെയാണെന്ന പരാതികൾ ഉണ്ടായതിനാൽ കുഴൂരിൽ കൂടുതൽ ശ്രദ്ധയോടെയാണ് പദ്ധതി തയ്യാറാക്കിയതെന്ന് കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ പറഞ്ഞു. നമ്മൾ 3 ഘട്ടമായിട്ടാണ് ഇത്തരത്തിലുള്ള പണി തീർത്തിട്ടുള്ളത്. 90 ലക്ഷം രൂപയോളാണ് നമ്മൾ MCF-ന്റെ കാര്യങ്ങൾക്ക് പഞ്ചായത്തിൻ്റെ ശുദ്ധീകരണ ഈ ഇത്തരത്തിലുള്ള പ്ലാന്റ് അടക്കമുള്ള എല്ലാ ഫെസിലിറ്റിയോടും കൂടിയിട്ട് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അതുമാതിരി തന്നെ വാഹനമുണ്ട് 2 എണ്ണം. പിന്നെ നമുക്ക് മുകളിലും അപ്പുറത്തും മുകളിൽ ഷീറ്റ് ഇട്ടെടുത്ത് ടൈലൊക്കെ ഇട്ട് നല്ല സൗകര്യമായിട്ട് വൃത്തിയായിട്ട് എടുക്കാവുന്ന രീതിയിൽ നമ്മൾ ചെയ്തപ്പോൾ ജോലി ചെയ്യാൻ മാത്രമല്ല വിശ്രമിക്കാനും വിശാലമായ ഇടമാണ് കുഴൂരിലെ MCF-ലുള്ളത്. നിർമ്മാണം പൂർത്തിയാക്കിയ MCF അടുത്ത ദിവസം ഔദ്യോഗികമായി തുറന്നുകൊടുക്കും. TCV മാള. കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന തൃശൂർ ജൻ ശിക്ഷൻ സംസ്ഥാന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ സ്വച്ഛതാ ഹി സേവ പരിപാടി സംഘടിപ്പിച്ചു. നഗരസഭാ കൗൺസിലർ ആസാദ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജൻ ശിക്ഷൻ സംസ്ഥാൻ ഡയറക്ടർ സുധാ സോളമൻ അധ്യക്ഷത വഹിച്ചു. നജീബ്, രേഷ്മ തിലകൻ തുടങ്ങിയവർ സംസാരിച്ചു. വയോജനങ്ങളോടുള്ള കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരെ സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തി. വയോജന പെൻഷൻ വർദ്ധിപ്പിക്കുക, ദേശീയ വയോജന നയവും ദേശീയ കമ്മീഷനും രൂപീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. സംസ്ഥാന സെക്രട്ടറി VP ബാലൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി PC പത്മരാജൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് PI ആൻഡോ, AV ജയരാജ്, വത്സൻ കളത്തിൽ, P ശശീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. അപൂർവ രോഗം ബാധിച്ച് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ഒരുങ്ങുന്ന 12ഉം 7ഉം വയസ്സുള്ള സഹോദരങ്ങൾ ചികിത്സയ്ക്കായി സഹായം തേടുന്നു. ചൊവ്വന്നൂർ പഞ്ചായത്തിലെ ചെമ്മന്തിട്ട കളിയെടുത്ത് മനോജ് സുധ ദമ്പതികളുടെ മക്കളായ അവനിക, ആയുഷ് എന്നിവരുടെ ശസ്ത്രക്രിയയ്ക്കാണ് കുടുംബം സഹായം തേടുന്നത്. തൃശൂർ മെഡിക്കൽ കോളേജിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും നടത്തിയ പരിശോധനയിലുമാണ് ഇരുവർക്കും രോഗം സ്ഥിരീകരിച്ചത്. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മാത്രമാണ് ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനായി ഒരാൾക്ക് 60 ലക്ഷം രൂപയാണ് ചിലവ് വരുന്നത്. രണ്ടുപേരുടെയും ശസ്ത്രക്രിയയ്ക്കായി 1,20 ലക്ഷം രൂപ വേണ്ടിവരും. ഇനിയിപ്പോൾ മജ്ജ മാറ്റിവെക്കൽ മാത്രമേ ഏക പോംവഴിയുള്ളൂ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായിട്ട്. കുട്ടിയുടെ കിഡ്നി, ലിവർ ഒക്കെ അസുഖം ബാധിച്ചു. ഇനി നമ്മൾ ചികിത്സ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ കുട്ടിയുടെ ജീവന് തന്നെ ആപത്താണ്. മകന് അതുപോലെ 2-3 വർഷമായി അവന് പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു പോകുന്ന ഒരു അസുഖമാണ്. അപ്പോൾ അവനും ഭാവിയിൽ മോളെ പോലെ അവയവങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവനും മജ്ജ മാറ്റി വയ്ക്കണം. മോളുടെ അവസ്ഥ ഇപ്പം ഇത്തിരി ബുദ്ധിമുട്ടിലാണ്. എത്രയും പെട്ടെന്ന് അവൾക്ക് ചെയ്യണം. ചൂണ്ടൽ ലേഡി ഇമാക്കുലേറ്റ് സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അവനിക. അസുഖത്തെ തുടർന്ന് 1 വർഷമായി സ്കൂളിൽ പോകുന്നില്ല. മരത്തങ്കോട് MGLP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആയുഷ്. 7 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അവനികയ്ക്ക് രോഗം ബാധിച്ചതായി കണ്ടെത്തിയത്. ശരീരത്തിന്റെ വളർച്ച നിലയ്ക്കുകയും കൈകാലുകൾ ശോഷിച്ച് വയർ വീർത്ത് നിൽക്കുന്ന അവസ്ഥയാണ് കുട്ടിക്കുള്ളത്.
അസഹ്യമായ വേദനയും അനുഭവിക്കുന്നുണ്ട്. പ്രതിരോധശേഷി കുറവായതിനാൽ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി മാസത്തിൽ 1 ഇഞ്ചക്ഷനും എടുക്കണം. രോഗം ആന്തരികാവയവങ്ങളെയും ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്നാണ് വിദഗ്ധരായ ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നത്. ആയുഷിന്റെയും അവസ്ഥ സമാനമാണ്. രണ്ടുപേരുടെയും ശസ്ത്രക്രിയയ്ക്കും ചികിത്സയ്ക്കും വരുന്ന ഭീമമായ തുക കണ്ടെത്താൻ വെൽഡിംഗ് തൊഴിലാളിയായ മനോജിന് കഴിയാത്ത സാഹചര്യമാണ്. ഇവരെ സഹായിക്കുന്നതിനായി കുന്നംകുളം MLA AC മൊയ്തീൻ, ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് എന്നിവർ രക്ഷാധികാരികളായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം ഒരു കുട്ടിക്ക് മജ്ജ മാറ്റിവെക്കാൻ വേണ്ടി 60 ലക്ഷം രൂപയാണ് ആവശ്യമുള്ളത്. അങ്ങനെ 1,20 ലക്ഷം രൂപ 2 കുട്ടികൾക്ക് വേണ്ടി നമുക്ക് ആവശ്യമുണ്ട്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ അവനികയ്ക്കാണ് ഏറ്റവും ആദ്യം മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തേണ്ടത്. ചെന്നൈയിലുള്ള അപ്പോളോ ഹോസ്പിറ്റലിലാണ് നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ധനസമാഹരണത്തിനായി ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് കുന്നംകുളം ബ്രാഞ്ചിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ കുരുന്നുകളെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ കഴിയുന്ന സഹായങ്ങൾ അക്കൗണ്ട് വഴി നൽകാവുന്നതാണ്. TCV ന്യൂസ്, എരുമപ്പെട്ടി. ചെമ്മന്തിട്ട കളിയെടുത്ത് മനോജ് സുധാ ദമ്പതികളുടെ മക്കളായ അവനിക, 7 വയസ്സുള്ള ആയുഷ് എന്നിവരുടെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വരവൂർ ശങ്കരത്ത് വേണുഗോപാൽ 50,000 രൂപ സഹായം നൽകി. മാധ്യമവാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് വേണുഗോപാൽ സഹായവുമായി എത്തിയത്. ചികിത്സാ സഹായ സമിതി കൺവീനർ A. സജിയുടെ സാന്നിധ്യത്തിൽ കുട്ടികളുടെ മാതാവ് സുധ ഫണ്ട് ഏറ്റുവാങ്ങി. നേരിൽ വന്ന് കണ്ടിട്ട് എന്താണ് വിവരങ്ങളെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പ്രധാന ഇത്. നമ്മുടെ ഉദ്ദേശം ഞാൻ പറഞ്ഞതുപോലെ, അതായത് പാവപ്പെട്ട കുടുംബങ്ങളിൽ ഗുരുതരമായ രോഗങ്ങൾ അനുഭവിക്കുന്നവരുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി എന്താ സഹായം ചെയ്യാൻ പറ്റുക നോക്കുക. അതുപോലെ തന്നെ പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്, ഇത് രണ്ടുമാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം. ഞാൻ ഇതെല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്നു, അതായത് നടത്തുന്നു എന്നുള്ളതല്ലാതെ ഇതിൻ്റെ ഫിനാൻസ് എല്ലാം തരുന്നത് എൻ്റെ മകൻ മധുമേനോനാണ്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് നമുക്ക് വളരെ സന്തോഷമുണ്ട്. കൂടുതൽ സന്തോഷം ഉണ്ടാവും നമ്മൾ ചിലവാക്കുന്ന പൈസയ്ക്ക് ദൈവം അനുഗ്രഹിച്ച് ആ കുട്ടികളുടെ അസുഖമൊക്കെ മാറ്റി തന്നാൽ നമുക്ക് കൂടുതൽ സന്തോഷം. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. പുത്തൻപീടിക സെയിന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് ജീവിതോത്സവം സംഘടിപ്പിച്ചു. അന്തിക്കാട് പഞ്ചായത്ത് അംഗം മിനി ആൻഡോ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ സ്മിത P. ജോസ് അധ്യക്ഷത വഹിച്ചു. 25 വർഷം പൂർത്തീകരിച്ച അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു. പ്രധാന അധ്യാപകൻ KK ഫ്രാൻസിസ്, PTA പ്രസിഡന്റ് CC ജോസഫ്, പ്രോഗ്രാം കൺവീനർ KN സോന, അധ്യാപിക CM ശ്രുതി എന്നിവർ സംസാരിച്ചു. തുടർന്ന് NSS അംഗങ്ങൾ അന്തിക്കാട് സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിൽ സന്ദർശനവും നടത്തി. ശബ്ദരേഖാ വിവാദത്തിൽ ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദിനെതിരെ പാർട്ടി നടപടി. കൂടുതൽ വിവരങ്ങളുമായി മുകേഷ് ലാൽ ചേരുന്നു. മുകേഷ്, ഏത് രീതിയിലുള്ള നടപടിയാണ് പാർട്ടി ഈ സംഭവത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്? ബൈജു, ഏതാനും ദിവസം മുമ്പ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ സംഭവമായിരുന്നു ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ആയിരുന്ന, മാത്രമല്ല ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായിരുന്ന VP ശരത് പ്രസാദിന്റെ ശബ്ദരേഖ പുറത്തു വന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പുണ്ടായ സംഭവമാണ് എന്ന് ശരത് പ്രസാദ് മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നിരുന്നാൽ പോലും അത് ശരത് പ്രസാദിന്റെ ശബ്ദം തന്നെയാണ് എന്നുള്ളത് സ്ഥിരീകരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധിയിലായിരുന്നു പാർട്ടി അകപ്പെട്ടത്. ഇതിൽ വലിയ മുൻ നേതാക്കളായ AC മൊയ്തീൻ, MK കണ്ണൻ എന്നിവരെ പ്രതിക്കൂട്ടിലാക്കുന്ന വിധത്തിലായിരുന്നു ശരത് പ്രസാദ് അതിൽ സംസാരിച്ചിരുന്നത്. അത് മാത്രമല്ല, കോർപ്പറേഷൻ കൗൺസിലർമാരായ കോർപ്പറേഷന്റെ സാരഥ്യത്തിൽ മുൻനിരയിലുള്ള വർഗീസ് കണ്ടംകുളത്തി, അനൂപ് ഡേവിസ് കാട എന്നിവരെ കൂടി പ്രതിസന്ധിയിലാക്കുന്ന രീതിയിൽ, സാമ്പത്തികമായി വലിയ രീതിയിലുള്ള ക്രമക്കേട് നടത്തുന്നു എന്ന രീതിയിലുള്ള പ്രചരണമാണ് ശരത് പ്രസാദ് നടത്തിയത്. ഇപ്പോൾ ഇന്ന് ജില്ലാ CPM ജില്ലാ കമ്മിറ്റിയും ജില്ലാ സെക്രട്ടേറിയറ്റും ഉണ്ടായിരുന്നു. ഇതിലാണ് ശരത് പ്രസാദിനെതിരെ നടപടിയെടുത്തത്. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി
എന്നീ സ്ഥാനങ്ങളിൽ നിന്ന് ശരത് പ്രസാദിനെ നീക്കുകയായിരുന്നു. ഒപ്പം ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തുകയും ചെയ്തു. CPM ജില്ലാ കമ്മിറ്റി അംഗത്തിൽ നിന്നാണ് കുറ്റാൽ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയത്. ജില്ലയിലെ പ്രധാന CPM നേതാക്കൾ അനധികൃതമായി സ്വത്ത് സമ്പാദിക്കുന്നു എന്ന് ആരോപിക്കുന്നതായിരുന്നു ശരത്തിൻ്റെതായി പുറത്തു വന്ന വിവാദ ശബ്ദരേഖ. ഇത് പാർട്ടിക്കുള്ളിലെ ചില പിണക്കങ്ങളെ തുടർന്നാണ് പുറത്തു വന്നത് എന്നെല്ലാം ഉണ്ടെങ്കിൽ പോലും പിന്നീട് ശരത് പ്രസാദ് ഇതുമായി ബന്ധപ്പെട്ട് അത് തന്റെ തന്നെ ശബ്ദമായിരുന്നു, പക്ഷേ ഏതാനും വർഷങ്ങൾക്ക് മുമ്പുള്ളതായിരുന്നു, സ്വകാര്യ സംഭാഷണമായിരുന്നു എന്ന് സമ്മതിക്കുന്നതായിരുന്നു. പാർട്ടി ശരത് പ്രസാദിനോട് വിശദീകരണം ചോദിച്ചിരുന്നു. എന്നാൽ ശരത് പ്രസാദിന്റെ വിശദീകരണത്തിൽ ജില്ലാ കമ്മിറ്റി തൃപ്തരല്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഉണ്ടായത്. ബൈജു. മുകേഷ് ലാൽ, തീർച്ചയായിട്ടും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നവംബർ അവസാനവും ഡിസംബറിലുമൊക്കെയായി നടക്കും എന്നുള്ള രീതിയിലുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനിയും അതിൻ്റെ കൃത്യമായ തീയതികൾ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. പിന്നീട് നിയമസഭാ ഇലക്ഷൻ വരുന്നു. ഈ സമയത്തൊക്കെ ഈ ഒരു സംഭവം പുറത്തു വന്ന സമയത്ത് തന്നെ കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും ശക്തമായ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ ഒരു പ്രതിരോധ നടപടി എന്നുള്ള നിലയ്ക്ക് ഈ ഒരു അച്ചടക്ക നടപടിയിൽ മാത്രം അവസാനിക്കുമോ, അതോ തുടർന്ന് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് ശക്തമായ ഒരു താക്കീത് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് നൽകാൻ സാധ്യതയുണ്ടോ? പ്രത്യേകിച്ച് ഡിജിറ്റൽ വിവരങ്ങളൊക്കെ ഈ രീതിയിൽ മാധ്യമ ദുരുപയോഗങ്ങളും അല്ലെങ്കിൽ ഈ രീതിയിലുള്ള തങ്ങളുടെ വാക്കുകൾ പല രീതിയിൽ പല സ്ഥലങ്ങളിൽ എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ജാഗ്രത വേണമെന്നുള്ള നിർദ്ദേശം പാർട്ടിക്കകത്ത് രൂപപ്പെടാൻ സാധ്യതയുണ്ടോ? ഒപ്പം അടുത്ത ജില്ലാ സെക്രട്ടറിയായി അടുത്ത ആരായിരിക്കും ചുമതലയിലേക്ക് കടന്നു വരിക? അത്തരത്തിലുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യക്തത നൽകുന്നുണ്ടോ? അടുത്ത ജില്ലാ സെക്രട്ടറി എന്നുള്ള രീതിയിലേക്കൊന്നും ചർച്ച പോയിട്ടില്ല ബൈജു. പക്ഷേ ഇതേ സമയം തന്നെ ഈ നടപടി CPM-നെ സംബന്ധിച്ച് അനിവാര്യമായിരുന്നു. പ്രത്യേകിച്ച് CPM-ന്റെ മുൻ മന്ത്രിയായിരുന്ന AC മൊയ്തീൻ, സംസ്ഥാന നേതാവായ കണ്ണൻ എന്നിവർക്കെതിരെയുള്ള ആരോപണമാണ് ഉന്നയിച്ചത്. അത് മാത്രമല്ല ഇതേ സമയം തന്നെ വലിയ രീതിയിലുള്ള ആരോപണം കരുവന്നൂർ വിഷയത്തിൽ ഉൾപ്പെടെ CPM മുൻ മന്ത്രി കൂടിയായിരുന്ന AC മൊയ്തീൻ, അതുപോലെ തന്നെ MK കണ്ണൻ, ഈ അനൂപ് ഡേവിസ് കാട എന്നിവർക്കെതിരെ എല്ലാം ആരോപണം ഉയർന്നിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് വലിയ രീതിയിലുള്ള ആരോപണം ഉന്നയിച്ചത്. ആ സാമ്പത്തികമായ താല്പര്യമാണ് ഇവർക്കെല്ലാം ഉള്ളത് എന്നുള്ള രീതിയിലുള്ള ഗുരുതരമായ ആരോപണം, അതും CPM ജില്ലാ കമ്മിറ്റി അംഗവും DYFI ജില്ലാ സെക്രട്ടറി കൂടിയായ ഒരു വ്യക്തിയിൽ നിന്നാണ് ഉണ്ടായിരുന്നതും അത് അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളായിരുന്നു എന്നുള്ളത് സ്ഥിരീകരിക്കുകയും കൂടി ചെയ്തപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ് പാർട്ടി അകപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ നടപടി അനിവാര്യമായിരുന്നു. ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പിണക്കത്തിന്റെ പേരിൽ നേരത്തെ CPIM നടത്തറ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന നിബിൻ ശ്രീനിവാസൻ, അദ്ദേഹത്തിനെതിരെ ഏതാനും ദിവസം മുമ്പ് നടപടി ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹവുമായി സംസാരിക്കുന്ന ഒരു ശബ്ദരേഖയാണ് പുറത്തു വന്നത്. പിന്നീട് ഇത് ശരത് പ്രസാദ് സമ്മതിക്കുകയും ചെയ്തു. തീർച്ചയായും ഇതൊരു സൂചന തന്നെയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഡിജിറ്റൽ ശബ്ദരേഖ നേരത്തെ നമുക്ക് രാഹുൽ മാങ്കൂട്ടലിന്റെ കേസിൽ നമുക്ക് തിരിച്ചറിഞ്ഞതാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലാകും. അത് മാത്രമല്ല ഇത് അംഗീകരിക്കാൻ അവസ്ഥ കൂടി ശരത് പ്രസാദ് തന്റെ ശബ്ദം തന്നെ എന്ന് നേരത്തെ പറയുകൂടി ഉണ്ടായി എന്നുള്ളത് കൂടി ചേർത്ത് വായിക്കേണ്ടതാണ്. ബൈജു. തീർച്ചയായിട്ടും നന്ദി മുകേഷ്, വിവരങ്ങൾ നൽകിയതിന്. മുകേഷ് ലാലാണ് വിവരങ്ങൾ നൽകിയത്. ശബ്ദരേഖാ വിവാദത്തിൽ DYFI തൃശൂർ ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദിനെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചിരിക്കുന്നു. ഒപ്പം അത് നേതൃസ്ഥാനങ്ങളിൽ ഉള്ളവർക്ക് കൃത്യമായ ഒരു സൂചന കൂടിയാണ്, ആവശ്യമായ ജാഗ്രത പുലർത്തണം എന്ന കാര്യത്തിൽ. മറ്റു വാർത്തകളിലേക്ക്. കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ KRDS 36ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ചാവക്കാട് താലൂക്ക് സമ്മേളനം നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് CA അനീഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് PS വിജു അധ്യക്ഷത വഹിച്ചു. AM നൌഷാദ്, TK അനിൽകുമാർ, KM രമേശ്, VJ മെർലി, MK ഷാജി, VV പ്രസാദ്, PP ലിൻഡ തുടങ്ങിയവർ സംസാരിച്ചു. ആ കാലഘട്ടത്തിൽ അങ്ങനെ വന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ പാവറട്ടി സെയിന്റ് തോമസ് ആശ്രമ ദേവാലയത്തിൽ 40 മണിക്കൂർ ആരാധനയ്ക്ക് വ്യാഴാഴ്ച തുടക്കമാകും. ദിവ്യബലി, ദിവ്യകാരുണ്യ പ്രദക്ഷിണം എന്നിവയ്ക്ക് ഫാദർ പോൾസൺ പാലിയേക്കര മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് 7-ന് നടക്കുന്ന സമൂഹ ആരാധനയ്ക്ക് ഫാദർ ജോസ് പയ്യപ്പള്ളി നേതൃത്വം നൽകും. 27-ന് രാവിലെ 10-ന് ആരാധന സമാപിക്കും. നാട്ടിക പഞ്ചായത്തിൽ പട്ടികജാതിക്കാർക്കുള്ള വാട്ടർ ടാങ്കിന്റെ വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ നിർവഹിച്ചു. ചടങ്ങിൽ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. വൈസ് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ശ്രീദേവി മാധവൻ, KK സന്തോഷ്, ബിന്ദു പ്രദീപ്, പഞ്ചായത്ത് സെക്രട്ടറി ഹേമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു.
ഭാരതീയ ചികിത്സാ വകുപ്പിന്റെയും നാഷണൽ ആയുഷ് മിഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തളിക്കുളം പഞ്ചായത്തിൽ ആയുർവേദ ദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ മനോഹരൻ അധ്യക്ഷത വഹിച്ചു. ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുമയ്യ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ തുടങ്ങിയവർ സംസാരിച്ചു. BJP ഒല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സഹകാരി സംരക്ഷണ യാത്ര സംഘടിപ്പിച്ചു. കുട്ടനെല്ലൂർ സഹകരണ ബാങ്കിന് മുൻപിൽ നിന്ന് ആരംഭിച്ച യാത്ര കൊഴുക്കുള്ളി സർവീസ് സഹകരണ ബാങ്കിനു സമീപം സമാപിച്ചു. പൊതുയോഗം BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. BJP ഒല്ലൂർ മണ്ഡലം പ്രസിഡന്റ് അശ്വിൻ വാര്യർ അധ്യക്ഷത വഹിച്ചു. BJP തൃശൂർ സിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റ് സുജയ് സേനൻ, സംസ്ഥാന കമ്മിറ്റി അംഗം ലിനി ബിജു, ജെയിൻ പാലത്തിങ്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. സഹകരണ മേഖലയെ സംരക്ഷിക്കുക. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 10,575 രൂപ, പവന് 84,600 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. CPM നേതാവ് KJ ഷൈനെതിരെയുള്ള അപവാദ പ്രചരണം. ചാവക്കാട് നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർ KV സത്താറിനെതിരെ പോലീസ് കേസെടുത്തു. ദേശീയപാത മുരിങ്ങൂരിലും ആമ്പല്ലൂരിലും ഗതാഗത കുരുക്ക് രൂക്ഷം. പാലിയക്കരയിലെ ടോൾ പിരിവ് പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് ഹൈക്കോടതി വിധി വ്യാഴാഴ്ച. മണ്ണുത്തി വടക്കുംചേരി ദേശീയപാതയുടെ നിലവിലെ അവസ്ഥ സംബന്ധിച്ച് സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ ജില്ലാ കളക്ടർക്ക് ഹൈക്കോടതി നിർദ്ദേശം. 16-കാരിയെ പീഡിപ്പിച്ച കേസിൽ വയോധികന് 63 വർഷം കഠിന തടവും 3,15,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പെങ്ങാമുക്ക് സ്വദേശി അബൂബക്കറിനെയാണ് കുന്നംകുളം അതിവേഗ പോക്സോ കോടതി ശിക്ഷിച്ചത്. എരുമപ്പെട്ടി തയ്യൂരിൽ തെരുവ് നായ്ക്കൾ കോഴികളെ കടിച്ചുകൊന്നു. തയ്യൂർ പൂക്കുന്നത്ത് അൻസാറിന്റെ വീട്ടിൽ വളർത്തുന്ന 35 കോഴികളെയാണ് കടിച്ചുകൊന്നത്. അഴീക്കോട് അനധികൃത മത്സ്യബന്ധനം നടത്തിയ 7 വള്ളങ്ങൾ പിടികൂടി. കളർ കോഡിംഗ് ഇല്ലാതെ കടലിൽ ഇറങ്ങിയ വള്ളങ്ങളാണ് പിടികൂടിയത്. കണിപ്പയ്യൂരിൽ മദ്യലഹരിയിൽ ഓടിച്ച കാറിടിച്ച് അപകടം. കാറിൽ നിന്ന് മദ്യക്കുപ്പികളും പാൻ മസാലയും കണ്ടെടുത്തു. കയത്തുമംഗലം 3 പീടികയിൽ ഓടിക്കൊണ്ടിരുന്ന പിക്കപ്പ് വാനിന്റെ ടയർ ഊരിത്തെറിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.